നേരും നെറിവുമെന്നുള്ള ദ്വൈവാര പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നും വിവിധ വിഷയങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമേ തന്നെ മാനന്തവാടിക്കടുത്ത് മാതനെ റോഡിലൂടെ വലിച്ചടിച്ച് കാറ് ഓടിച്ചു പോയ സംഭവത്തെക്കുറിച്ച് സംസാരിക്കാം. അതിൻ്റെ വാർത്ത പുറത്തു വന്ന ഉടനെ തന്നെ ഒരുമാതിരി എല്ലാ ദൃശ്യ അച്ചടി മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ വിവിധ പാർട്ടികളും എല്ലാവരും തന്നെ ശക്തമായ രീതിയിൽ അതിനെ അപലപിക്കുകയും അടിയന്തരമായ നടപടി ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു. വലിയ താമസമില്ലാതെ പോലീസ് അതിൽ പ്രതികളായിട്ടുള്ള ആൾക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേണ്ടത്ര ഗൗരവത്തിലല്ല ആ കേസ് കൈകാര്യം ചെയ്യുന്നത്, വകുപ്പുകളത്ര ശക്തമായ വകുപ്പുകളല്ല ചാർജ് ചെയ്തിരിക്കുന്നതെന്നൊക്കെയുള്ള ആരോപണങ്ങളുണ്ട്. പക്ഷെ എന്തായാലും ശരി, പ്രതികരണം ഉണ്ടായി എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ഈ പ്രതികരണം ഒക്കെ ഉണ്ടായപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ആ അക്രമം കാട്ടിയ വ്യക്തികളിലേക്ക് ചുരുക്കിയാണ് ആ വിഷയം ചർച്ചയാകുന്നത്. ആ വ്യക്തികളുടെ ഒരു ക്രൂര മനോഭാവം ഇതാണ് വിഷയമാകുന്നത്. ഇതിനു മുമ്പ് അട്ടപ്പാടിയിൽ മധുവിനെ തല്ലിക്കൊന്നപ്പോഴും ഇത് തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനപ്പുറം കടന്ന് ഇത്തരം ക്രൂരകൃത്യങ്ങൾ സാധ്യമാക്കുന്ന സാമൂഹ്യ അന്തരീക്ഷം എന്താണ് അതിൻ്റെ സാമൂഹ്യ വേരുകൾ, അതിലേക്ക് നമ്മളുടെ അന്വേഷണം എത്തിച്ചേരേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ചുഴിഞ്ഞ് പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായും ഇന്നും പ്രബലമായി നിൽക്കുന്ന മലയാളി വംശീയതയാണ് ഇതിൻ്റെ അടിസ്ഥാനമായി മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെയൊരു അക്രമം നടക്കുമ്പോൾ പൊതുസമൂഹത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ദൃശ്യ മാധ്യമങ്ങളും മറ്റെല്ലാവരും തന്നെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി പ്രതിഷേധിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അങ്ങനൊരു മലയാളി വംശീയതയെക്കുറിച്ച് പറയാൻ പറ്റുമോ എന്ന് ചില ആൾക്കാർക്ക് സംശയിച്ചേക്കാം. പക്ഷെ അതല്ല വിഷയം. കാരണം ഈ പറയുന്ന ഒരു നീതിബോധം എന്ന് പറയുന്നത്, ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ ഒച്ചപ്പാടുണ്ടാക്കുന്ന പ്രതികരിക്കുന്ന നീതിബോധം എന്ന് പറയുന്നത് തന്നെ വാസ്തവത്തിൽ ആ വംശീയ മനോഭാവത്തിൽ തന്നെ ഉള്ളടങ്ങിയ ഒന്നാണ്. മലയാളിയുടെ കൽപ്പിതമായ പ്രബുദ്ധതാബോധത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ വംശീയബോധം. അത് ആദിവാസികളുടെ കാര്യത്തിൽ മാത്രമല്ല. ഉദാഹരണത്തിന് കേരളത്തിൽ പണിയെടുക്കാൻ വന്നിരുന്ന തമിഴരെ പാണ്ഡികളെന്ന് വിളിച്ച് ആക്ഷേപിക്കാറുണ്ടായിരുന്നു. കർണാടകത്തിൽ നിന്ന് വരുന്ന പണിക്കാരെ പുന്നാടന്മാരെന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അതുപോലെ ഇപ്പോൾ വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കുടിയേറ്റ തൊഴിലാളികളെ അടച്ച് ബംഗാളി എന്നാണ് പേര്. ഇതൊരു വംശീയ മനോഭാവത്തിൻ്റെ പ്രകടിത രൂപങ്ങളാണിതെല്ലാം. കാരണം ആ വ്യത്യാസങ്ങളെ അംഗീകരിക്കാനായിട്ട് കഴിയാത്തൊരു മനോഭാവത്തെയാണത് കാണിക്കുന്നത്. അപ്പോൾ ഈ വംശീയതയുടെ പ്രശ്നത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നൊരു കാര്യം, കേരളത്തിൽ വിവിധ സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പല ഘട്ടങ്ങളിലായുള്ള ജാത്യാധിപത്യത്തിനെതിരെ നടത്തിയിരിക്കുന്ന പ്രചരണങ്ങൾ, പ്രക്ഷോഭങ്ങൾ, ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് പച്ചയായ ജാതീയമായ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ ഇത് പൊതുവിൽ ഇന്ന് കേരളീയ സമൂഹത്തിൽ വളരെ നാമമാത്രമായിട്ടുണ്ട്, പ്രകടമായിട്ടുള്ള പച്ചയായിട്ടുള്ളത്. അത് ജാതി ഇല്ലാതായി എന്നുള്ളതല്ല, അല്ലെങ്കിൽ ജാതി ബോധമോ ജാത്യാധിപത്യ ബോധമോ ഇല്ല എന്ന്, ജാത്യാധിപത്യം ഇല്ല എന്നുള്ള എല്ലാ വിഷയം അത് പച്ചയായിട്ട് പ്രകടിപ്പിക്കുന്നൊരു കാര്യത്തിലൊരു മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ വംശീയതയുടെ കാര്യത്തിൽ, വംശീയ ബോധത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രസ്ഥാനവും ഉണ്ടായിട്ടില്ല. അതങ്ങനെ ഒരു ചർച്ചാ വിഷയമാക്കിയിട്ടില്ല. ഇപ്പോൾ മലയാളി സിനിമയിൽ പല ഘട്ടങ്ങളിലായിട്ട് ആദിവാസികളെ ചിത്രീകരിച്ചത് എങ്ങനെയാണെന്ന് ഓർത്ത് നോക്കുക. കേരളത്തിൽ ഒരു കാലത്തും ഇല്ലാത്തൊരു വേഷവിധാനത്തിലാണ് അവരെ അണിഞ്ഞൊരുക്കിയിരുന്നത്. അത് വാസ്തവത്തിൽ തുടങ്ങി വെച്ചത് ഒരു സവർണ രാജാവായിരുന്നു, രാജകുടുംബത്തിലൊരംഗമായിരുന്നു.
അതിൻ്റെ പുറകിലുള്ള ചിന്ത എന്താണെന്നുള്ളതൊക്കെ വിശദമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ എന്തായാലും ശരി, അങ്ങനെ ആദിവാസികളെ ചിത്രീകരിക്കുന്ന കോമാളികളായി, കാടന്മാരായി, യാതൊരു തരത്തിലുള്ള സംസ്കാരവും ഇല്ലാത്തവരായിട്ടൊക്കെ ചിത്രീകരിക്കുന്ന ഒരു മനോഭാവം ശക്തമായിട്ട് സാംസ്കാരിക തലത്തിലൂടെ നിലനിന്നിട്ടുണ്ട്. മുത്തങ്ങ വെടിവെപ്പുണ്ടായപ്പോൾ വയനാട്ടിൽ നടന്ന ആദിവാസി വേട്ടയുടെ കാര്യം ഒന്ന് ഓർത്ത് നോക്കുക. ആ വെടിവെപ്പ് നടന്ന സ്ഥലത്തു നിന്ന് വളരെ ദൂരെ വയനാട് ജില്ലയിൽ പലയിടങ്ങളിലും ബസ്സിൽ യാത്ര ചെയ്യുന്ന ആദിവാസികളെ അതിൽ നിന്ന് വലിച്ചിറക്കി മർദ്ദിക്കുന്ന സംഭവങ്ങൾ അന്ന് ഉണ്ടായിട്ടുണ്ട്. വ്യാപകമായിട്ട് വയനാട്ടിൽ വ്യാപകമായി നടന്നൊരു കാര്യമാണത്. ആ രീതിയിൽ അങ്ങനെ ഒരു ആദിവാസി വേട്ടയായിട്ട് അന്ന് എത്ര മാധ്യമങ്ങളാണത് അവതരിപ്പിച്ചിട്ടുള്ളത്, ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതിനെതിരെ പ്രതികരിച്ചിട്ടുള്ള എത്ര സംഘടനകളുണ്ട്. അന്ന് ആദിവാസി സമരസംഘവും പോരാട്ടവും സജീവമായി പ്രവർത്തിച്ചിരുന്ന മേഖലകളിൽ മാത്രമാണ് അങ്ങനെയൊന്നും നടക്കാതിരുന്നത്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് വന്നത്? സാധാരണക്കാരാണ് ഈ മലയാളികളാണ് ഈ അക്രമമൊക്കെ കാട്ടിയത്, അല്ലാതെ വേറെ ഏതെങ്കിലും അതിനായിട്ട് വന്ന് തിരിച്ചൊരു കൂട്ടരൊന്നുമല്ല. അത് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികൾ, ഇന്ന പാർട്ടി മറ്റേ പാർട്ടി ഒന്നുമല്ല, എല്ലാവരും അതിൽ പങ്കാളികളായിരുന്നു. ആർക്കും കൈവയ്ക്കാവുന്നൊരവസ്ഥയായിരുന്നത്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് വന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കൃത്യമായിട്ട് ആ വംശീയ ബോധത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ആ വംശീയ ബോധത്തിനെതിരെ ശക്തമായ ഒരു പ്രതിരോധം തീർക്കാനായിട്ട്, അതിനെ ചെറുക്കാനായിട്ട്, അതിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആശയപ്രചരണം, ബോധവൽക്കരണം, അതിനുള്ളൊരു നിമിത്തമാകണം ഇത്തരം സംഭവങ്ങൾ. അതിലേക്ക് ഇത്തരം കാര്യങ്ങളെ വികസിപ്പിക്കുമ്പോൾ മാത്രമാണ് ഫലവത്തായിട്ട് അതിനെ ചെറുക്കാവുന്ന ഒരു സാഹചര്യം ഒരുക്കിയെടുക്കാൻ കഴിയുക. അപ്പോൾ ആ ദിശയിലേക്കുള്ള ഒരു നീക്കം തീർച്ചയായിട്ടും ഉണ്ടാകണമെന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ പറയാനുള്ളത്. ഡൽഹിയിൽ പരിസരത്തായിട്ട് ഹരിയാന പഞ്ചാബ് അതിർത്തിയിൽ സംയുക്ത കിസാൻ മോർച്ചയുടെ നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാൾ കഴിഞ്ഞ 30 ദിവസമായി നിരാഹാര സമരത്തിലാണ്. 70 വയസ്സ് പ്രായമായിട്ടുള്ള ഒരു കർഷകനാണ് ജഗ്ജിത് സിംഗ് ദല്ലേവാൾ. ഈ സംയുക്ത കിസാൻ മോർച്ച എന്ന് പറയുന്നത് നേരത്തെ 2020-21 കാലഘട്ടത്തിൽ നടന്ന കർഷക പ്രക്ഷോഭത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ സംഘടന തന്നെ അല്ല. കാരണം പിന്നീട് ആ സംഘടനയുടെ ഒരു പ്രബല വിഭാഗം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോയപ്പോൾ അതിനെ വിസമ്മതിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്തൊരു വിഭാഗമാണ് ദല്ലേവാളിൻ്റെ നേതൃത്വത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ സംഘടനയെ അവർ സംയുക്ത കിസാൻ മോർച്ച നോൺ പൊളിറ്റിക്കൽ, അരാഷ്ട്രീയം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അവരും കിസാൻ മസ്ദൂർ മോർച്ച എന്ന് പറയുന്ന ഒരു വലിയൊരു മുന്നണിയും, ഏതാണ്ട് 140ഓളം കർഷക സംഘടനകൾ അണിനിരന്നിട്ടുള്ളൊരു മുന്നണിയും കൂടി സംയുക്തമായി നടത്തുന്നൊരു പ്രക്ഷോഭമാണത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 13 മുതൽ ആരംഭിച്ച ആ പ്രക്ഷോഭം ഇപ്പോഴും തുടരുകയാണ്. ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യാൻ അവരനുവദിച്ചിട്ടില്ല. പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ വെച്ച് അവരെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അതിനെ ഭേദിച്ച് മാർച്ച് ചെയ്യാനായിട്ട് പല ആവർത്തി അവർ ശ്രമിച്ചെങ്കിലും അതിശക്തമായ ക്രൂരമായ പോലീസ് അടിച്ചമർത്തലാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. അപ്പോൾ അതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ദല്ലേവാൾ നിരാഹാര സമരം തുടങ്ങിയിരിക്കുന്നത്. അങ്ങേറ്റം അപകടകരമായ നിലയിലാണ് അങ്ങേരുടെ ആരോഗ്യാവസ്ഥ എന്ന് ഡോക്ടർമാരൊക്കെ തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിലൊരു തീർപ്പുണ്ടാക്കാനായിട്ടുള്ള യാതൊരു തരത്തിലും മുൻകൈയും എടുക്കാൻ സന്നദ്ധമായിട്ടില്ല. സുപ്രീം കോടതി ഒരു കമ്മിറ്റിയെ രൂപീകരിച്ച് ചർച്ച ചെയ്യാനായിട്ട് പറഞ്ഞു വിട്ടു. അങ്ങനെ ഏതെങ്കിലും കമ്മിറ്റിയായിട്ട് ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറല്ല എന്ന് ഈ സമര സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ചർച്ചയുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരായിട്ട് ഉണ്ടാവുള്ളൂ. ഇവരിപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു കാര്യം കാണാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രക്ഷോഭത്തിൽ മിനിമം താങ്ങുവിലയായിരുന്നു കേന്ദ്ര പ്രശ്നം. അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ ചില അഴിച്ചുപണിയും മറ്റു കാര്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നെങ്കിൽ തന്നെയും ആ ഒരു വിഷയത്തിലാണ് അവർ കേന്ദ്രീകരിച്ചിരുന്നത്. ഇപ്പോഴും മിനിമം താങ്ങുവിലയുടെ പ്രശ്നം ഉന്നയിക്കുന്നുണ്ടെങ്കിലും അത് കുറേ കൂടി വിപുലമായൊരു തോതിലാണ് അവർ അവതരിപ്പിക്കുന്നത്. 23 വിളകൾക്ക് അത് നടപ്പാക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇപ്പം നിലവിലത് ഉള്ള വിളകൾ മാത്രം പോരാ, 23 വിളകൾക്ക് അത് നടപ്പാക്കണം. അങ്ങനെ നടപ്പാക്കുമ്പോൾ മാത്രമാണ് നെല്ല് അല്ലെങ്കിൽ ഗോതമ്പ് കൃഷിയിൽ നിന്ന് മാറാനായിട്ടുള്ള ഒരു സാഹചര്യം
ഒരു വിശ്വാസ്യത കർഷകർക്കിടയിൽ ഉണ്ടാകുള്ളൂ എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതി കാര്യക്ഷമമാക്കി നടപ്പാക്കണമെന്നും അതിലെ കൂലി 700 രൂപയായിട്ട് ഉയർത്തണമെന്നും ആദിവാസികളുടെ നിലനിൽപ്പ് അവർ ജീവിക്കുന്ന പ്രദേശങ്ങളിലുള്ള ഭൂമിക്കും ജലത്തിനും വനത്തിനും മേലുള്ള അവരുടെ അവകാശം അംഗീകരിച്ച് കൊടുക്കണമെന്ന് അവർ ഉന്നയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ WTOയിൽ നിന്ന് ഇന്ത്യ മാറണമെന്നും വിവിധ രാജ്യങ്ങളായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സ്വതന്ത്ര വ്യാപാര കരാറുകൾ റദ്ദാക്കണമെന്നവർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കൂടി വിശാലമായിട്ടുള്ള ഒരു സാമ്രാജ്യത്വ വിരുദ്ധ, നാടുവാഴിത്വ വിരുദ്ധ, ഭരണകൂട വിരുദ്ധ ഒരു പ്രക്ഷോഭത്തിൻ്റെ മുദ്രാവാക്യങ്ങളാണ് അവരിപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് പിന്തുണയ്ക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഒരു നിർണായക സന്ദർഭമാണത്. അപ്പോൾ അതുമായിട്ടുള്ള ഐക്യദാർഢ്യ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതുണ്ട്. ഇതിനു മുമ്പൊരു പ്രക്ഷോഭം നടന്നു. അതിൻ്റെ ഫലമായിട്ട് ആ 3 കർഷക നിയമങ്ങൾ പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമായി. പക്ഷെ പിന്നീട് ആ സമര സംഘങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള വിള്ളൽ കാരണം പണ്ടത്തെ പോലെ അന്നത്തെ പോലെയുള്ളൊരു അണിനിരത്തിൽ ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല. എങ്കിലും ദലേവാലിൻ്റെ നിരാഹാര സമരത്തെ തുടർന്ന് അതിനൊരു പുതിയൊരു ഉണർവുണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഈ മുദ്രാവാക്യങ്ങൾ കുറേ കൂടി വിശാലമായ തലത്തിലുള്ള ഒരു അണിനിരത്തിനുള്ള സാധ്യത ഉയർത്തുന്നത് കൊണ്ട് തന്നെ അതിനെ പിന്തുണയ്ക്കുന്ന പ്രവർത്തനങ്ങൾ വ്യാപകമായി ഏറ്റെടുത്ത് നടപ്പാക്കണമെന്നാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. ഛത്തീസ്ഗഡിലെ ബസ്തറിൽ കുറേ കാലമായിട്ട് ഇന്ത്യൻ ഭരണകൂടം, അതിൻ്റെ പട്ടാളം, വ്യോമസേന, അർദ്ധസൈനിക വിഭാഗങ്ങൾ, പ്രാദേശിക പോലീസ് സംഘങ്ങൾ, പിന്നെ അവർ തന്നെ തട്ടിക്കൂട്ടിയിരുത്തിയിരിക്കുന്ന കൊലയാളി സംഘങ്ങൾ, ഇവരെല്ലാം കൂടി ചേർന്നിട്ട് ഒരു നരഹത്യ തന്നെ അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാവോയിസ്റ്റുകളെ അടിച്ചമർത്താനുള്ള യുദ്ധം അല്ലെങ്കിൽ നീക്കം എന്നൊക്കെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു നരഹത്യ തന്നെയാണ്. അവിടെയുള്ള ആദിവാസികളെ കൂട്ടത്തോടെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായൊരു സംഭവം നോക്കുക. ബസ്തറിലെ അബൂജമാഡിൽ ലേക്കാവേഡ എന്ന് പറയുന്ന ഗ്രാമത്തിൽ 7 മാവോയിസ്റ്റുകളെ ഡിസംബർ 11 വെടിവെച്ച് കൊന്നു, ഏറ്റുമുട്ടലിൽ കൊന്നു എന്നാണ് സർക്കാർ അവകാശപ്പെട്ടത്, BJP സർക്കാർ അവകാശപ്പെട്ടത്. പക്ഷേ പിന്നീട് തെളിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 7 ആൾക്കാരിൽ 5 പേര് തദ്ദേശവാസികളായിട്ടുള്ള ആദിവാസികളായിട്ടുള്ള ഗ്രാമീണരായിരുന്നു. 2 പേര് മാത്രമാണ് മാവോയിസ്റ്റ് പ്രവർത്തകരായിട്ടുള്ളത്. അവരാകട്ടെ അവിടെ ഒരു രോഗശയ്യയിൽ കിടക്കുന്ന ആൾക്കാരുമായിരുന്നു. അപ്പോൾ നിരായുധരായിട്ടുള്ള അവരെ പിടിച്ചു കൊണ്ടുപോയി മർദ്ദിച്ചിട്ട് വെടിവെച്ച് കൊന്നു. അതോടൊപ്പം തന്നെ ഈ തുരിതരായുള്ള വെടിവെയ്പ്പിൽ 5 ഗ്രാമീണരും കൊല്ലപ്പെട്ടു. അവർ മാത്രമല്ല 4 കുട്ടികൾക്കും സാരമായി പരിക്കേറ്റു. ഈ വെടിവെയ്പ്പ് നടന്നതിൻ്റെ പിറ്റേ ദിവസം മാത്രമാണ് അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞത്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ. അപ്പോൾ നില ഗുരുതരമായതുകൊണ്ട് അവിടെ നിന്ന് അവരെ മാറ്റേണ്ടി വന്നു ജില്ലാ ആസ്ഥാനത്തേക്ക്. അപ്പോൾ അവർക്ക് പറ്റിയിരിക്കുന്ന മുറിവുകൾ, ശരീരത്തിലും കഴുത്തിലൊക്കെ പറ്റിയിരിക്കുന്ന മുറിവുകൾ മാവോയിസ്റ്റുകൾ എറിഞ്ഞ ഗ്രനേഡ് പൊട്ടിത്തെറിച്ചിൻ്റെ അതിൻ്റെ ചീള് കൊണ്ടിട്ടാണെന്ന് പറയണമെന്ന് പോലീസുകാർ അതിശക്തമായി നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള റിപ്പോർട്ട് എഴുതാനായിട്ട് ഡോക്ടർമാരെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. അത് പറയാനായിട്ട് ഈ കുട്ടികളെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടികൾ അതിന് വിസമ്മതിച്ചു. അതിലൊരു കുട്ടിയുടെ മുറിവ് കുറേ ഗുരുതരമായിരുന്നു, കഴുത്തിൽ കൊണ്ടൊരു മുറിവാണത്. അതൊടുവിൽ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ റായ്പൂരിലേക്ക് ആ കുട്ടിയെ കൊണ്ടുപോയിട്ടാണ് അവിടുത്തെ ആശുപത്രിയിൽ വെച്ചിട്ടാണ് അതിനെ നീക്കം ചെയ്യുന്നത്. അപ്പോൾ നീക്കം ചെയ്തപ്പോൾ ചീളൊന്നുമല്ല കിട്ടിയത്, ബുള്ളറ്റാണ് കിട്ടിയത് എന്ന് പറയുമ്പോൾ ഈ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ സൈനികമായിട്ടുള്ള ആക്രമണത്തിലാണ് ആ കുട്ടിക്ക് പരിക്കേറ്റതെന്ന് വ്യക്തം. പക്ഷേ ആ സത്യം ഇപ്പോഴും പുറത്തു വരാതിരിക്കാനായിട്ട് കുട്ടിയെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ് ഭരണകൂടം. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ സമീപകാലത്ത് ഛത്തീസ്ഗഡിലെ PUCL ഒരു റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ട് അവിടുത്തെ അവസ്ഥയെക്കുറിച്ച്. ജനുവരി മാസം മുതൽ, ഈ വർഷത്തെ ജനുവരി മാസം മുതൽ 11 സംഭവങ്ങളാണ് അവർ എണ്ണി പറയുന്നത്. അതിലേതാണ്ട് 250ഓളം ആൾക്കാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നതിൽ. അതിൽ ഭൂരിഭാഗവും തദ്ദേശവാസികളായിട്ടുള്ള ആദിവാസികളാണ്. വെടിവെപ്പും മാത്രമല്ല അവിടെ നടന്നിരിക്കുന്നത്, 5 പ്രാവശ്യം ഇന്ത്യൻ വ്യോമസേന അവിടെ ബോംബിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നു ഈ ഒരു വർഷത്തിനുള്ളിൽ. അതായത് സ്വന്തം ജനങ്ങൾക്ക് നേരെ വിദേശ ശത്രുക്കളെ നേരിടാൻ വേണ്ടി ഉണ്ടാക്കിയെന്ന് പറയുന്ന സായുധ സേനകളെ സ്വന്തം ജനങ്ങൾക്ക് നേരെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്
ഇസ്രായേൽ സയനിസ്റ്റുകൾ പാലസ്റ്റീനിൽ ചെയ്യുന്നത് പോലെ നിരായുധരായിട്ടുള്ള ജനങ്ങൾക്ക് നേരെ ഇവിടെ അവർ ബോംബാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നരഹത്യ ഒരു വശം നടക്കുമ്പോൾ മാവോയിസ്റ്റുകളുടെ സായുധ സമരം തുടരുന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അത് നിർത്തി അവർ സമാധാനപരമായ പ്രവർത്തനങ്ങളിലേക്ക് തിരിയണം എന്ന് ചില മനുഷ്യാവകാശ പ്രവർത്തകർ അവകാശപ്പെടുന്നുണ്ട്. ഈ സമീപകാലത്ത് കേരളീയത്തിൻ്റെ ഒരു ചാനലിൽ ബേല ഭാട്ടിയ എന്ന് പറയുന്ന ഛത്തീസ്ഗഡിൽ നിന്നുള്ളൊരു മനുഷ്യാവകാശ പ്രവർത്തക അത് പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടു. വാസ്തവത്തിൽ ബേല ഭാട്ടിയ തന്നെ എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ പറഞ്ഞതിന് നേർ വിരുദ്ധമായ കാര്യങ്ങളാണ് അവർ ആ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് നമ്മൾ വിശ്വാസ്യതയിൽ എടുക്കേണ്ടത്? പുസ്തകത്തിൽ അവർ എഴുതിയതാണോ, ഇവിടെ വന്ന് അവർ പറഞ്ഞതാണോ, ഇനി അവർ പറഞ്ഞ മുഴുവനും കാര്യങ്ങൾ അഭിമുഖത്തിൽ വന്നിട്ടുണ്ടോ, അതല്ല കേരളീയൻകാരത് വളച്ചൊടിച്ചാണ്, ഇതൊന്നും വ്യക്തമല്ല. ഏതായാലും ബേല ഭാട്ടിയുടെ പുസ്തകം ലഭ്യമാണ്. അതിലവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വച്ച് നോക്കുമ്പോൾ ഈ അഭിമുഖത്തിൽ പറഞ്ഞതല്ല വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതെന്തുമാകട്ടെ, ഈ സായുധ സമരം നിർത്തിവെക്കണം, സമാധാന പ്രവർത്തനത്തിലേക്ക് വരണമെന്ന് ഇവർ അവകാശപ്പെടുമ്പോൾ രണ്ട് കാര്യം നമുക്കിത് പരിശോധിച്ച് നോക്കാം. ഒന്ന്, ഇതിന് മുമ്പൊരിക്കൽ ചരിത്രത്തിൽ, നമ്മുടെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്ന ഒരു സായുധ സമരം ഭരണകൂടവുമായിട്ടുള്ള ഒത്തുതീർപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നിർത്തിവെച്ചൊരു അനുഭവമുണ്ട്. 1951 തെലുങ്കാന സായുധ സമരത്തിന് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ആ സമരം കൈയൊഴിയുകയും നെഹ്റു സർക്കാരായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കിക്കൊണ്ട് അതിനെ നിർത്തിവെക്കുകയും ചെയ്തു. എന്താണ് അതിനെ തുടർന്ന് ഉണ്ടായത്? അങ്ങേയറ്റം ഭീകരമായ അടിച്ചമർത്തലാണ് അവിടെ ഉണ്ടായത്. ആയിരക്കണക്കിന് ആൾക്കാരെ ജയിലിൽ അടച്ചു, ഗ്രാമങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു, ഇന്ത്യൻ പട്ടാളവും അതുപോലെ തന്നെ ഇവിടുന്ന് പോയ MSP ഉൾപ്പെടെയുള്ളവരും പിന്നെ നാടുവാഴികളുടെ ഗുണ്ടാ സംഘങ്ങളുമെല്ലാം ചേർന്ന് ജനങ്ങളെ ആക്രമിച്ചു. നിരവധി സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു. അങ്ങേയറ്റം ഭീകരമായൊരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടായത്. അല്ലാതെ ആയുധങ്ങൾ താഴെ വെച്ചു കമ്മ്യൂണിസ്റ്റുകാർ, അവരുടെ നേതൃത്വത്തിലെ സായുധ സമരം നിർത്തി, അപ്പോൾ അതുകൊണ്ട് ഇനി എല്ലാം സമാധാനമായിട്ട് പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഒരു സമീപനമല്ല നെഹ്റു ഭരണകൂടം സ്വീകരിച്ചത്. അന്ന് നെഹ്റു ഭരണകൂടം സ്വീകരിക്കാത്തൊരു സമീപനം ഇന്ന് ബ്രാഹ്മണ്യ ഹിന്ദുത്വ ഫാസിസ്റ്റായിട്ടുള്ള മോഡി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കണമെങ്കിൽ അതേത് ലോകത്തിലാണ് അവർ ജീവിക്കണമെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. ഏതായാലും നടക്കാൻ പോകുന്നത് അതൊന്നും ആയിരിക്കില്ല എന്ന് വളരെ വ്യക്തമാണ്. ഇനി സമാധാനപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്ന് പറയുന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക. 2021 മുതൽ ഛത്തീസ്ഗഡിൽ വളരെ സമാധാനപരമായിട്ടുള്ളൊരു ബഹുജന പ്രസ്ഥാനം ഉയർന്നു വന്നിട്ടുണ്ട്. ആദിവാസികളുടെ ഒരു ബഹുജന പ്രസ്ഥാനം. മൂൽവാസി ബച്ചാവോ മഞ്ച് എന്നാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന സംഘടനയുടെ പേര്. മൂൽവാസി എന്ന് പറഞ്ഞാൽ ആദിവാസികൾ, ആദിവാസി സംരക്ഷണ സമിതി എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ നമുക്കത് മനസ്സിലാക്കാം. തോന്നും പോലെ അവിടെ ഇവിടെയൊക്കെ വന്നിട്ട് പോലീസ് ക്യാമ്പ് സ്ഥാപിക്കുകയും അത് ജനങ്ങളുടെ, അവിടെയുള്ള ആദിവാസികളുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സം നിൽക്കുകയും അവരുടെ ഉപജീവനത്തിന് തടസ്സമാകുകയും ചെയ്യുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ പ്രക്ഷോഭം ആരംഭിച്ചത്. പ്രക്ഷോഭകാരികൾക്ക് നേരെ സൈന്യം വെടിവെച്ചു, അതിൽ 5 പേര് കൊല്ലപ്പെട്ടു. അതോടുകൂടിയാണ് ആ പ്രക്ഷോഭം ഒരു വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറിയത്. അതിന് നേതൃത്വം കൊടുക്കുന്നതെല്ലാം തന്നെ അവിടെയുള്ള ആദിവാസി യുവജനങ്ങളാണ്. അപ്പോൾ ഈ പ്രക്ഷോഭം 2021 മുതൽ ഇതിപ്പോൾ 24 4 വർഷമായിട്ട് വളരെ സമാധാനപൂർവ്വമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭം ഇപ്പോൾ ഛത്തീസ്ഗഡിലെ പുതിയ സർക്കാർ, BJP സർക്കാർ ആ സംഘടനയെ നിരോധിച്ചിരിക്കുകയാണ്. അതിൻ്റെ നേതാക്കളെല്ലാവരും തന്നെ UAPA പ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ സമാധാനപരമായ പ്രവർത്തനം നടത്തണമെന്ന് പറയുന്ന, ആവശ്യപ്പെടുന്ന, അവകാശപ്പെടുന്ന മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ, നേതൃത്വങ്ങൾ തീർച്ചയായിട്ടും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി ഒന്ന് വ്യക്തമാക്കുന്നത് നന്നായിരിക്കും. വാസ്തവത്തിൽ ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വർഗസമരത്തിൻ്റെ യാഥാർത്ഥ്യത്തിന് നേരെയാണ് കണ്ണടയ്ക്കണം. മാവോയിസ്റ്റുകൾ പോയിട്ടൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ കുറച്ച് മാവോയിസ്റ്റുകൾ ആയുധങ്ങളെടുത്ത് നടന്നതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു ജനകീയ യുദ്ധം രൂപപ്പെട്ടു വരാനോ ഇത്രയും നീണ്ട കാലം ഇത്രയും ശക്തമായ അടിച്ചമർത്തലിനെ നേരിട്ടുകൊണ്ട് നിലനിൽക്കുക അസാധ്യമാണ്. ഇന്ന് അവിടെ അണിനിരന്നിരിക്കുന്ന മാവോയിസ്റ്റ് പാർട്ടിയിലായാലും കൊള്ളാം, അതുപോലെ തന്നെ അതിൻ്റെ നേതൃത്വത്തിലുള്ള ജനകീയ സൈന്യത്തിലായാലും കൊള്ളാം, ഗറില്ല സൈന്യത്തിലായാലും കൊള്ളാം,
ജനകീയ മിലിഷ്യകളിലായാലും കൊള്ളാം, സന്നദ്ധ സംഘങ്ങളായാലും എല്ലാം അണിനിരക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും അവിടെയുള്ള തദ്ദേശവാസികളായിട്ടുള്ള ആദിവാസികളാണ്. കാരണം അവരുടെ മണ്ണ്, അവരുടെ വെള്ളം, അവരുടെ വനം, അവരുടെ പ്രകൃതി വിഭവങ്ങൾ ഇത് കൊള്ളയടിക്കുന്നതിനെ തടയാനെന്നുള്ള ആഗ്രഹത്തോടു കൂടി, നിർബന്ധത്തോടു കൂടിയാണ് അവർ ഈ പോരാട്ടത്തിൽ അണിനിരന്നിരിക്കുന്നത്. എവിടെയെല്ലാം പോരാട്ടം നിർത്തുന്നുണ്ടോ അവിടെയൊക്കെ തന്നെ അതാണ് സംഭവിക്കുന്നതെന്ന് അവർ കാണുന്നുണ്ട്. ആ കൊള്ളയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ആ വർഗസമരത്തിൻ്റെ യാഥാർത്ഥ്യത്തിന് തിരിച്ചറിയാതെ ഒരു ജനത അവരുടെ നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന പോരാട്ടത്തിൻ്റെ സ്വഭാവം തിരിച്ചറിയാതെ അത് അനിവാര്യമായിട്ടും ഈ ഭരണകൂടത്തിനെതിരെയുള്ളൊരു ആഭ്യന്തര യുദ്ധമായിട്ട് വികസിക്കുമെന്ന് തിരിച്ചറിയാതെ സമാധാനം എന്ന് പറയുന്നവർ വാസ്തവത്തിൽ ചെയ്യുന്നത് ഈ ഭരണകൂട അടിച്ചമർത്തലിനൊരു മറയുണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ആ ഭരണകൂടം നടത്തുന്ന കടന്നാക്രമണങ്ങളുടെ എല്ലാവിധത്തിലുള്ള യുദ്ധമര്യാദകളെ ലംഘിച്ചുകൊണ്ട് നടത്തുന്ന, ഇപ്പോൾ സാധാരണക്കാരായിട്ട് ജനങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ അതും മാവോയിസ്റ്റുകൾ നടത്തുന്ന ആക്രമണങ്ങളും തുല്യപ്പെടുത്തിക്കൊണ്ട് കാണുന്ന, രണ്ടും ബലപ്രയോഗമാണെന്ന് പറയുന്ന സമീപനം ഫലത്തിൽ ചെയ്യുന്നത് ഈ ഭരണകൂടത്തെ അക്രമങ്ങളെ, അതിൻ്റെ എന്താ പറയുക, സാമ്രാജ്യത്വ സേവയെ, നാടുവാഴ്ത്ത സേവയെ മറച്ചു വയ്ക്കുന്നൊരു പങ്കാണ് നിർവഹിക്കുന്നത്. അതല്ല സമാധാനത്തിനുള്ള വഴി. പോരാട്ടം തന്നെയാണ് സമാധാനത്തിനുള്ള വഴി. ആ വഴിയിലൂടെ മാത്രമായിരിക്കും ആത്യന്തികമായിട്ട് അവിടെ സമാധാനം ഉണ്ടാകാൻ പോകുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഇവിടെ സമാധാനപരമായി നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രവർത്തനത്തിൻ്റെ കാര്യം നമുക്ക് നോക്കാം. കക്കൂസ് കൊലകളുടെ കാര്യമാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ കക്കൂസ് കൊല എന്ന് വിശേഷണം ഉപയോഗിക്കുന്നതെന്ന് സംശയം ചിലർ ഉന്നയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷങ്ങൾക്കുള്ളിൽ കക്കൂസ് മാലിന്യം നീക്കം ചെയ്തതിൻ്റെ 443 തൊഴിലാളികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവിക മരണമല്ല അത്. കാരണം കക്കൂസ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുമ്പോൾ അവർക്കുണ്ടാകേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതിൻ്റെ പേരിലാണ് അവർ മരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടതൊരു കൊലയാണത്. കാരണം നിയമപരമായിട്ട് അത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് നൽകേണ്ട സംരക്ഷണം എന്താണ്, എന്ത് തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഉണ്ടാകേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ടുള്ള നിയമങ്ങളുണ്ട് ഇവിടെ. ഇടയ്ക്കിടയ്ക്ക് സുപ്രീം കോടതി അത് ഓർമ്മിപ്പിക്കാറുമുണ്ട്. അപ്പോൾ ഇതൊക്കെ നിലനിൽക്കുന്നിട്ടും കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഈ പറയുന്ന 443 തൊഴിലാളികൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊലപാതകം തന്നെയാണ്. അതുകൊണ്ടാണ് അതിനെ കക്കൂസ് കൊല എന്ന് തന്നെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള നിയമം കർക്കശമായി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെ സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വളരെ കാലമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഹുജന സംഘടനകളുണ്ട്. ആ ബഹുജന സംഘടന നേതൃത്വങ്ങളെയും പീഡിപ്പിക്കാനായിട്ടും അറസ്റ്റ് ചെയ്യാനുമൊക്കെയാണ് ഭരണകൂടം ഇന്നും ശ്രമിച്ചിട്ടുള്ളത്. സമാധാനപരമായ പ്രവർത്തനങ്ങളോടുള്ള ഭരണകൂട സമീപനത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണത്. ഇനി വേറൊരു കാര്യം കൂടി നോക്കുക. ഈ ഇടയ്ക്ക് ഈ വിഷയത്തെക്കുറിച്ചൊരു ചോദ്യം ലോക്സഭയിൽ ഉയർന്നു വന്നു. അപ്പോൾ ആ സമയത്ത് സാമൂഹ്യക്ഷേമ മന്ത്രിയായിട്ടുള്ള അട്വാളെ ദളിതരെ വഞ്ചിച്ച് സവർണ ഫാസിസ്റ്റുകളുടെ സേവ നടത്തുന്നൊരു മന്ത്രിയാണ് അയാൾ. ആ മന്ത്രി നൽകിയിരിക്കുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ, ജാത്യാടിസ്ഥാനത്തിലല്ല ഈ ആൾക്കാരൊക്കെ തൊഴിലിലേർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത്. പക്ഷെ കണക്കുകൾ കാണിക്കുന്ന എന്താണ്? 68% ദളിതർ, 18% പിന്നോക്ക ജാതിക്കാർ, 8% ആദിവാസികൾ. ഈ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ജാതിപരമായിട്ടുള്ള ഒരു പരിശോധന നടത്തിക്കഴിഞ്ഞ് കിട്ടുന്ന കണക്കിതാണ്. അപ്പോൾ ഇത് ജാത്യടിസ്ഥാനത്തിലല്ല ഇവർ ഈ പണിക്ക് പോയിരിക്കുന്നത് എന്നുള്ളത് എന്തടിസ്ഥാനത്തിലാണ് ഈ മന്ത്രി പറയുന്നത്? അപ്പോൾ ഒരു വശത്ത് ഇപ്പോൾ സെപ്റ്റിക് ടാങ്കിൻ്റെയും കക്കൂസ് കാനയുടെയും വൃത്തിയാക്കുന്ന പണി മാത്രമേ ഉള്ളൂ. വീടുകളിൽ പോയിട്ട് കക്കൂസ് മാലിന്യം വാരുന്ന പണിയൊന്നുമില്ല, അതൊക്കെ നിർത്തലാക്കിയിരിക്കുന്നു എന്നാണ് ഔദ്യോഗിക ഭാഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിയമം ഇനി ആ രീതിയിൽ ഇവിടെ പ്രയോഗിക്കേണ്ടതില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ വാസ്തവത്തിൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ പറയുന്നത് ഇന്ത്യയിലെ പകുതിയിലേറെ ജില്ലകളിൽ ഇന്നും ആ പഴയ കക്കൂസ് മാലിന്യം നീക്കം ചെയ്യുന്ന പണി തുടരുന്നുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ പദപ്രയോഗങ്ങളുടെ മാറ്റങ്ങൾ കൊണ്ട്, നിർവചനങ്ങളുടെ മാറ്റം കൊണ്ട് ഒരു യാഥാർത്ഥ്യത്തിന് ഇല്ലാതാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. പക്ഷേ ആ യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൊലകളും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായിട്ടും അതിനെ തടയുന്ന തരത്തിലുള്ളൊരു നീക്കമാണ് വേണ്ടത്. അത് വാസ്തവത്തിൽ എളുപ്പം കഴിയുന്നൊരു കാര്യമാണ്. കാരണം ശുചീകരണത്തിൻ്റെ പേരിൽ കോടികളാണ് ഇവിടെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മോഡി സർക്കാർ വന്നതിന് ശേഷം ശുചീകരണം ഏതാണ്ടൊരു വലിയൊരു വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന് അതിനുവേണ്ടി കോടികൾ ബഡ്ജറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ആയിട്ടും ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, വാസ്തവത്തിൽ കൊന്നുകൊണ്ടിരിക്കുകയാണ് അവർ. നമ്മളിവിടെ കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്ത് നടന്നതും അതുപോലെ കോഴിക്കോട് നടന്നതും അതായിരുന്നു. അപ്പോൾ ആ കോടികളിൽ നിന്നൊരു ചെറിയൊരു സംഖ്യ ചെലവഴിച്ചാൽ തന്നെ ഇവരുടെ സുരക്ഷയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ പറ്റും. അത് ചെയ്യുക എന്നുള്ളതാണ് അടിയന്തരമായിട്ട് ആവശ്യമായിട്ടുള്ള കാര്യം. ഈ സമാധാനപരമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വേറൊരു ഉദാഹരണം കൂടിയാണ് പറയാവുന്നത്. വനനിയമത്തിൻ്റെ പ്രശ്നം. വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക്, വാച്ചർമാരുൾപ്പെടെ വനത്തിനുള്ളിൽ പരമാധികാരം നൽകുന്നൊരു നിയമ ഭേദഗതി ആണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ചെറിയ വനത്തിനുള്ളിൽ നടക്കുന്ന ചെറിയ കുറ്റങ്ങൾക്ക് പിഴയും ശിക്ഷയും ക്രമാതീതമായി ഉയർത്തുന്നതാണ് ആ ഭേദഗതി. അപ്പോൾ ഒച്ചപ്പാടൊക്കെ ഉണ്ടായതോടുകൂടി ഇനിയിപ്പോൾ ആ നിയമം അങ്ങനെ നടപ്പാക്കില്ല, അത് പരിശോധിക്കുമെന്നൊക്കെ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. എന്താകുമെന്ന് കണ്ടറിയണം. പക്ഷേ ഇത് നടക്കുന്നതിൻ്റെ ഇടയിൽ ഇതെപ്പോഴാണ് സംഭവിക്കണമെന്ന് നോക്കണം. വന്യജീവി ആക്രമണങ്ങൾ മൂലം ഉണ്ടാകുന്ന ആൾനാശവും കൃഷിനാശവും 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പുറത്ത് ഈ വനനിയമം അവർ ശക്തിപ്പെടുത്തുന്നത്. ഈ വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ ജനങ്ങൾ വളരെ സമാധാനപരമായിട്ടാണ് ഇതുവരെയും പ്രതിഷേധിച്ചിട്ടുള്ളത്. ആ സമാധാനമായ പ്രതിഷേധങ്ങളെ തണുപ്പിക്കാനായിട്ട് തൽക്കാലം എന്തെങ്കിലും നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുകയല്ലാതെ അപ്പോഴും പോലീസിനെ മറ്റും അണിനിരത്തിക്കൊണ്ട് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബലം പ്രയോഗിക്കേണ്ടി വരുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കൈകാര്യം ചെയ്യാൻ തന്നെയാണ് ഭരണകൂട അധികാരികൾ ശ്രമിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ 940 ജീവിതങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മാത്രം 94 പേര്. ഈ 2009, 2010 അപേക്ഷിച്ച് 2020-21 ഉള്ള 10 വർഷത്തിനിടയിൽ 3 ഇരട്ടിയിൽ അധികമാണ് കൃഷിനാശം വർദ്ധിച്ചിരിക്കുന്നത്. ചിലയിടങ്ങളിൽ കൃഷി തന്നെ നിർത്തലാക്കേണ്ടി വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് പാലക്കാട് മലമ്പുഴ പ്രദേശത്തൊക്കെ മയിലിൻ്റെ ശല്യം കാരണം ആൾക്കാർ കൃഷി തന്നെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിനെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്? അടിസ്ഥാനപരമായ പ്രശ്നം സോളാർ വേലി, മറ്റ് വൈദ്യുതി വേലി, അങ്ങനെയുള്ള പല പല പരിപാടികളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ യഥാർത്ഥ വിഷയം അതല്ല. യഥാർത്ഥ വിഷയം സമീപനത്തിൻ്റെയാണ്. അതായത് വന്യജീവി സംരക്ഷണത്തിനെ മനുഷ്യരുടെ നിലനിൽപ്പിൽ നിന്ന് വേർപെടുത്തിയിട്ടാണ് ഇന്ന് ഭരണകൂടം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. അതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. നേരെ തിരിച്ചാണ് അത് വേണ്ടത്. കാരണം മനുഷ്യരുള്ളത് കൊണ്ടാണ് വന്യജീവി സംരക്ഷണം സാധ്യമാകുന്നത്. അങ്ങനെ ഒരു ആശയം തന്നെ നിലനിൽക്കുന്നത് മനുഷ്യബോധത്തിലാണ്. മനുഷ്യരില്ലെങ്കിൽ പിന്നെ വന്യജീവി സംരക്ഷണവും ഇല്ല. അവരുടെ നിലയ്ക്ക് എന്തെങ്കിലും ചെയ്തോളും. തമ്മിലടിച്ച് ആക്രമിച്ചോ കൊന്നൊടുക്കുകയോ എങ്ങനെയെങ്കിലുമൊക്കെ അവരുടെ നിലയ്ക്ക് നിലനിന്ന് പോകും. മുമ്പ് അങ്ങനെയാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യജീവിതത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് വനത്തിൻ്റെയും വന്യജീവികളുടെയും സംരക്ഷണവും നിലനിൽപ്പും മനസ്സിലാക്കാനും കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അടിസ്ഥാനപരമായിട്ടും ജീവനും നിലനിൽപ്പും സംരക്ഷിക്കാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് എന്നൊരു നിലപാടിൽ നിന്നുകൊണ്ട് ആക്രമണകാരിയായ വന്യജീവികളെ നശിപ്പിക്കുന്നത് ന്യായമാണ് എന്നുള്ള നിലപാടിൽ നിന്ന് വേണം ഈ വിഷയത്തെ സമീപിക്കാൻ. ആ രീതിയിൽ ജനങ്ങൾ അണിനിരക്കുമ്പോൾ മാത്രമാണ് ഇതിനൊരു സമാധാനം ഉണ്ടാകാൻ പോകുന്നത്. അടിസ്ഥാനപരമായ സമീപനത്തിലൊരു മാറ്റം കൊണ്ടുവരേണ്ടത് തന്നെയാണ് നിർണായകമായിട്ടുള്ള പ്രശ്നം. അവസാനമായിട്ട് സമാധാനപരമായ പ്രവർത്തനങ്ങൾക്ക് പകരം അങ്ങേയറ്റം ആക്രമാത്മകമായ പ്രവൃത്തി നടന്ന കാര്യത്തെക്കുറിച്ചാണ് പറയേണ്ടത്. അമേരിക്കയിൽ നടന്നൊരു വെടിവെപ്പ്. ഇൻഷുറൻസ് മേഖലയിലുള്ള ഒരു കുത്തക കമ്പനിയുടെ തലവനെ പട്ടാപ്പകൽ വെടിവെച്ചു കൊന്നു.
ലൂയിജി മഞ്ചിയോണെ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനാണ് പ്രവൃത്തി നടത്തിയത്. ഇൻഷുറൻസിൻ്റെ എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടായതിൻ്റെ പേരിലല്ല, നേരെ മറിച്ച് കോർപ്പറേറ്റുകളുടെ ലാഭക്കൊതി മനുഷ്യരെ കൊല്ലാക്കൊല ചെയ്യുന്നതിനെതിരെയുള്ള പ്രത്യാക്രമണമായിട്ടാണ് ഈ വെടിവെപ്പ് നടത്തിയത്. ഇൻഷുറൻസുകാർ സാധാരണ ക്ലെയിമുകൾ നിഷേധിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സമീപനമാണ് ഡിഫെൻഡ്, ഡിനൈ, ഡിപ്പോസ് എന്നുള്ളത്. അതായത് പ്രതിരോധിക്കുക, ഡിമാൻഡായിട്ട് ക്ലെയിമായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് എന്നെ തടയാൻ നോക്കുക, നിഷേധിക്കുക, നിങ്ങൾക്കതിന് അവകാശമില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പറഞ്ഞു വിടാൻ നോക്കുക, കൈയൊഴിയുക, ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് കൈയൊഴിയുക. ഇതാണ് ഇൻഷുറൻസ് കമ്പനികൾ സ്വീകരിക്കാറുള്ള സമീപനം. ഈ വാക്കുകൾ ഈ ലൂയിജി താൻ ഉപയോഗിച്ച വെടിയുണ്ടയുടെ മുകളിലൊക്കെ കോറിയിടുകയാണ് ചെയ്തത്. മാത്രമല്ല ലൂയിജിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ഒരു കൈയെഴുത്ത് പ്രതിയിൽ, രേഖയിൽ ഇതെല്ലാം എഴുതി വച്ചിട്ടുമുണ്ട്. അപ്പോൾ കൊലയാളി, ഭ്രാന്തൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ഭരണവർഗ മാധ്യമങ്ങളും അതുപോലെ തന്നെ നേതാക്കന്മാരൊക്കെ തന്നെ ഈ സംഭവത്തോട് പ്രതികരിച്ചത്. പക്ഷേ ജനങ്ങൾക്കിടയിലുള്ള പ്രതികരണം നേരെ തിരിച്ചായിരുന്നു. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ $2 ലക്ഷം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലൂയിജിയുടെ കേസ് നടത്താനായിട്ട് സമാഹരിച്ചിരിക്കുന്നത്. ആ സമാഹരണം എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ പറയുന്ന ഡിഫെൻഡ്, ഡിനൈ, ഡിപ്പോസ് എന്ന് എഴുതിയ തൊപ്പികൾ, ബനിയൻ, കോർപ്പറേറ്റ് തലവന്മാരെ പിടികിട്ടാപ്പുള്ളികളായി പ്രഖ്യാപിച്ചിരിക്കുന്ന പോസ്റ്ററുകൾ, ആരോഗ്യ സംരക്ഷണം നിഷേധിക്കുന്നതാണ് യഥാർത്ഥ കൊലപാതകം എന്നുള്ള സാമൂഹ്യ മാധ്യമ സന്ദേശങ്ങൾ, ഇതെല്ലാമാണ് ഇന്ന് അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊല്ലപ്പെട്ട കമ്പനി തലവനെ അനുസ്മരിച്ച് ആ കമ്പനിയുടെ FB പേജിൽ, ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് കമ്പനി ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ സന്തോഷം കാണിക്കുന്ന ചിരിയുടെ എമോജികൾ ഏതാണ്ട് 40,000 നിമിഷങ്ങൾക്കകം വന്നത്. അവസാനം ആ കമ്പനിക്ക് ആ പോസ്റ്റ് തന്നെ പിൻവലിക്കേണ്ടി വന്നു. അപ്പോൾ സാധാരണ ജനങ്ങൾ ലൂയിജിയുടെ പ്രവൃത്തിയോട് നടത്തിയ പ്രതികരണമാണ് നമ്മൾ കാണുന്നത്. ഒരു കൊലയാളിയായിട്ടല്ല അയാളെ കാണുന്നത്, നേരെ മറിച്ച് വളരെ നീതിമാനായ, ന്യായമായൊരു പ്രവൃത്തിയാണ് അയാൾ ചെയ്തിരിക്കുന്നത്, ഇത് തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത് എന്നൊരു മനോഭാവമാണ് ജനങ്ങൾ പ്രകടിപ്പിച്ചത്. ജനങ്ങളുടെ ബോധത്തിൽ സമാധാനപരമായ പ്രവർത്തനത്തിന് അതിരെന്തെന്നും അക്രമാത്മകമായ പ്രവർത്തനത്തിന് ആവശ്യകത എന്തെന്നും നല്ല ബോധ്യമുണ്ടെന്നുള്ളത് കാണിക്കുന്നത്. മാത്രമല്ല US-ൻ്റെ, അമേരിക്കയിലെ അന്തരീക്ഷത്തിലുള്ള, സാമൂഹ്യ അന്തരീക്ഷത്തിലുള്ള, രാഷ്ട്രീയ അന്തരീക്ഷത്തിലുള്ള ധ്രുവീകരണത്തെ കൂടി ഇത് കാണിക്കുന്നുണ്ട്. ട്രംപ് ഭരണം കടുത്ത വലതുപക്ഷവാദപരമായിട്ടൊരു ഭരണമായിരിക്കും. സാധാരണ ജനങ്ങൾക്കെതിരെ അതിശക്തമായ ആക്രമണങ്ങൾ പല രീതിയിലും ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ്. പക്ഷേ ആ ആക്രമണങ്ങൾ ശക്തമായി ചെറുത്ത് നിൽക്കും ജനങ്ങൾ എന്നുള്ളതും അത് വലിയ പൊട്ടിത്തെറികൾക്ക് വഴിവെക്കുമെന്നുള്ളത് തന്നെയാണ്. ഒരിക്കലും ഈ പറയുന്ന സമാധാനത്തിൻ്റെ അതിരുകൾക്കുള്ളിൽ നിൽക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഈ ലൂയിജിയുടെ ആക്രമണവും പ്രത്യാക്രമണവും അതുപോലെ തന്നെ അതിനോടുള്ള ജനങ്ങളുടെ പ്രതികരണങ്ങളും കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഇന്നത്തെ ഇതിൽ അവതരിപ്പിക്കാനുള്ളത്, പറയാനുള്ള കാര്യങ്ങൾ. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അതോടൊപ്പം തന്നെ തുടർന്ന് എന്തെങ്കിലും പ്രത്യേക വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കണമെന്ന് ആർക്കെങ്കിലുമൊക്കെ അഭിപ്രായമുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ കുറിച്ചിടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. മനസ്സിലായി.